നമസ്കാരം. രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ. തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ചകൾ, വിലയിരുത്തലുകൾ, വിശദീകരണങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ, മലക്കം മറിച്ചിലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അല്പം സാമൂഹ്യ വിഷയം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും DNA അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള വാർത്താ വിശകലനങ്ങൾ പലപ്പോഴും നൽകിയിട്ടുമുണ്ട്. ഇത് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നിരവധി വാർത്തകൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന്, കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം പല ഇടങ്ങളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നതായും ആളുകൾ മരണപ്പെടുന്നതായുമുള്ള വാർത്തകളൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ഒരു റീൽസ് സാഹസികമായി ചിത്രീകരിച്ച് അതിൽ ലൈക്കുകളും കമന്റുകളും ഷെയറുകളും ഒക്കെ നേടാൻ വേണ്ടി യുവതലമുറ കാണിക്കുന്ന അനാവശ്യ വ്യഗ്രത ആണ് ഇതിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ട്രെയിനിന് മുകളിൽ നിന്നൊക്കെ സെൽഫി എടുക്കുന്ന കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ തൂങ്ങി മരണം അഭിനയിച്ച ഒരു കുട്ടി, ഒരു പയ്യൻ, സന്തോഷ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ മരണപ്പെട്ടിരിക്കുന്നു. അതായത് തൂങ്ങി മരണം അഭിനയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് യഥാർത്ഥമായ തൂങ്ങി മരണമായി മാറി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയുള്ള സാഹസികതകൾ പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് വിരൽ ചൂണ്ടാറുണ്ട്. നമുക്കറിയാം. അത് തന്നെ ഇപ്പോൾ കുമ്പള ആരിക്കാടി സ്വദേശി സന്തോഷിന്റെ മരണം, തൂങ്ങി മരണം അഭിനയിച്ച് റീൽസ് എടുക്കുന്നതിനിടെയുണ്ടായ അബദ്ധമാണ് 30-കാരനായ ഈ യുവാവിന്റെ ജീവൻ കവർന്നത്. വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. രാത്രി 11 മണിയോടെ ആണ് അരങ്ങേറുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സജീവമായ സന്തോഷ് വേറിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. മുറിയിലെ ഫാനിൽ സാരി ഉപയോഗിച്ച് കുരുക്കിട്ട ശേഷം ഉയരം കിട്ടാനായി കട്ടിയുള്ള തെർമോകോൾ കഷ്ണങ്ങൾക്ക് മുകളിലായിരുന്നു ഇയാൾ നിന്നിരുന്നത്. എന്നാൽ ചിത്രീകരണത്തിനിടയിൽ അപ്രതീക്ഷിതമായി കാലിനടിയിൽ തെർമോകോൾ പൊട്ടിപ്പോവുകയും അഭിനയം യഥാർത്ഥമായി മാറുകയും ചെയ്തു. കഴുത്തിൽ കുരുക്ക് മുറുകി സെക്കൻഡുകൾക്കുള്ളിൽ മരണം സംഭവിച്ചു. ചിത്രീകരണത്തിന് തൊട്ടു മുൻപ് തന്റെ നീക്കങ്ങളെക്കുറിച്ച് സന്തോഷ് ഒരു സുഹൃത്തിന് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു. എന്തായാലും തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട് ഒരു സാഹസിക റീൽസ് എന്ത് സന്ദേശം കൊടുക്കാനാണെന്ന് അറിയില്ല. ഇത്തരത്തിൽ പല രീതിയിലുള്ള അപകടങ്ങൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു. അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രെയിനിന് മുകളിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ തന്നെ സെൽഫികൾ എടുക്കുന്നു. ട്രെയിൻ ഓടുമ്പോൾ വാതിലിൽ തൂങ്ങി നിന്ന് റീൽസ് ചിത്രീകരിക്കുന്നു. അങ്ങനെ അതുപോലെ വെള്ളത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നു. ചിലപ്പോൾ നീന്തറിയില്ലായിരിക്കും, എന്നാലും വെള്ളത്തിൽ സാഹസികമായി നീന്തിക്കൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിക്കൊണ്ടോ ഒക്കെ റീൽസ് ചിത്രീകരിക്കുന്നു. ഇത് ഒരു സൂചന കൂടിയാണ്. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും, എല്ലാ പ്രായത്തിലുള്ളവരും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപകടകരമായ രീതിയിലുള്ള സാഹസികത റീൽസ് ചിത്രീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സേഫായ രീതിയിൽ ചെയ്യുക, എല്ലാവിധ മുന്നൊരുക്കങ്ങളോടുകൂടി ചെയ്യുക. ഒരിക്കലും മറ്റ് അപകടങ്ങളിലേക്ക്, അതായത് സാമൂഹ്യമായ അപകടങ്ങളിലേക്ക്, പബ്ലിക് റോഡിലേക്കും മറ്റും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള റീൽസ് ചിത്രീകരണവും, നീന്തലറിയാതെ വെള്ളത്തിൽ ഉള്ള റീൽസ് ചിത്രീകരണവും ഒന്നും, വെള്ളത്തിലൊക്കെ പോകുമ്പോൾ ലൈഫ് ബോയ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അത്തരത്തിലുള്ള ജീവൻ രക്ഷാ സംവിധാനങ്ങൾ തയ്യാറാക്കിയ ശേഷം മാത്രം സാഹസികമായ റീൽസ് ചിത്രീകരിക്കാൻ ഒരുങ്ങുക. ഇപ്പോൾ റീൽസ് ചിത്രീകരിക്കേണ്ട എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് റീൽസ് എടുക്കണം എന്ന് എൻ്റെ മൊബൈലിൽ, എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനായി ഏത് റീൽ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഏത് വാർത്ത എടുക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പം അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള കടന്നുകയറ്റമാകും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ. പക്ഷേ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒക്കെ തന്നെ സൂക്ഷിക്കുക. കുട്ടികൾ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, കരുതലോടെ ചെയ്യുക. ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു, തൂങ്ങിമരണം അഭിനയിച്ച് ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 30 വയസ്സേ ഉള്ളൂ. എന്ത് പ്രായമുണ്ട്. ഇനിയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏൽക്കേണ്ടതായിട്ടുണ്ട് ഈ യുവാവിന്. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അപകടകരമായ റീൽസ് ചിത്രീകരണം അത് ആപത്താണ് എന്ന ഒരു മുന്നറിയിപ്പ്, ഒരു സുരക്ഷാ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കതൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ പ്രേക്ഷകർ, DNA-യുടെയും അതുപോലെ ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകരൊക്കെ തന്നെ ശ്രദ്ധിക്കുക. റീൽസ് ചിത്രീകരണം അപകടകരമാംവിധം പോകുന്നത് തടയുക, ഒഴിവാക്കുക, കഴിയുന്നതും ഒഴിവാക്കുക. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുത്ത ശേഷം മാത്രം. മറ്റ് സഹായികളുടെയൊക്കെ തന്നെ, ഇയാളുടെ കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വേള ഇയാൾക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു.
കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ താഴെ നിന്ന് പിടിക്കുകയോ വല്ലതും ചെയ്യാമായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഉള്ള സാഹസികമായ റീൽസ് ചിത്രീകരണം ഒരിക്കലും അഭികാമ്യമല്ല, നല്ലതല്ല. അത് നിങ്ങളെ തന്നെ അപകടത്തിൽ പെടുത്തും. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, കൂടുതൽ കരുതൽ ജീവിതത്തിൽ ഉണ്ടാവുക, അതാണ് വേണ്ടത്. റീൽസിന് ലൈക്കും റീച്ചും കിട്ടുന്നത് മാത്രമല്ല, നമുക്ക് സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം.